നമസ്തേ. ഇന്നലെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ ഗാർഡൻ കണ്ടപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ഷൈനി എന്നാണ് കേട്ടോ. ഷൈനിക്ക് ഇങ്ങനെ ഗാർഡനിങ് ഭയങ്കര താല്പര്യമാണ്. അതേ റോഡിലെ സൈഡിൽ തന്നെ ഗേറ്റിനോട് ചേർന്നത് രണ്ട് സൈഡിൽ ഇങ്ങനത്തെ ചെടികളാണ് കേട്ടോ വച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗേറ്റ് കഴിഞ്ഞ് അങ്ങോട്ട് കയറുമ്പോൾ സിറ്റ് ഔട്ടിനോട് ചേർന്ന് പുറത്തു ഭാഗത്തായിട്ട് ഇതേ ഇങ്ങനത്തെ ചെടി രണ്ട് സൈഡിലും സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതായത് പണ്ടത്തെ അവരുടെ തറവാട്ടിലെ ഭരണി കൊണ്ടുവന്ന് പെയിൻ്റ് അടിച്ചാണ് കേട്ടോ ആ രണ്ട് സൈഡിലും വെച്ചേക്കണത്. പിന്നെ മതിലിൽ വെച്ചേക്കണത് നോക്കിയത് ഈ ചെടി കട്ട് ചെയ്ത് ഇങ്ങനെ കുട പോലെ നല്ല ഭംഗിയായിട്ട് വെച്ചേക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ചെടി നോക്കിയാൽ ഇതും ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കെട്ടി വെച്ചേക്കാം കേട്ടോ, ബുഷ് പോലെ. പിന്നെ ഈ ചെടി ഇങ്ങനെ മതിലുമ്മേ, പിന്നെ ഈ ചെടി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് അതിൻ്റെ തടിയൊക്കെ നല്ല വണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നല്ല വെയിലൊക്കെ കൊള്ളാൻ കാരണം കൊണ്ട് നന്നായിട്ട് കളറായിട്ടുണ്ട് ആ ചെടി. വെയിൽ കൊണ്ടാലാണ് ഈ ചെടിയുടെ ഇലയ്ക്കൊക്കെ നല്ല കളർ വരുള്ളൂ. അപ്പോൾ അതങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അത് കഴിഞ്ഞ് ബോൺസായി ആയിട്ട് ഒരു ചെടി വളർത്തുന്നുണ്ട്. ഇത് കുറേ 10-20 വർഷത്തിൽ കൂടുതലായി എന്നാണ് പറഞ്ഞത് ഈ ചെടി. അതിൻ്റെ തണ്ട് കണ്ടോ നല്ല വണ്ണം വെച്ചിട്ട് ഇതുമ്മ പൂ ഉണ്ടാവുന്നതാണ്. അതൊരു പൊക്കത്തിൽ പോവാതെ, അധികം പൊക്കത്തിൽ പോവാതെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ചെടി കുട പോലെ വന്നേക്കണത്. പിന്നെ ഒരു കൽച്ചട്ടിയിൽ ഈ ചെടി കണ്ടോ, ഇതും ഇങ്ങനെ വർഷങ്ങളോളമായിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ. അങ്ങനെ പണ്ടത് അവർ സിറ്റ് ഔട്ടിൽ വെച്ചിരുന്നിട്ട് അത് പുറത്തേക്ക് വെച്ചു പുതിയ ചെടി വന്നപ്പോൾ അത് ഇങ്ങനെ തന്നെ ആയിട്ടാ. പിന്നെ ഈ ചെത്തി നോക്കിയ രണ്ട് ഗേറ്റുമേ വെച്ചേക്കാണ്. ഗേറ്റിൻ്റെ മുകളിലും ആ ചെറിയ ചെത്തി വെച്ചിട്ടുണ്ട്. ഇത് നോക്കിയാൽ ഇത് പണ്ടത്തെ നമ്മൾ നാട്ടിൽ പറയണത് 6 മാസ ചെടി എന്നാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയണത് ഈ ചെടിക്ക്. ആ ചെടി അവർ ബോൺസായി ആയിട്ട് വളർത്താൻ വേണ്ടിയിട്ട്, അതായത് പൊക്കമില്ലാണ്ട് വളരാൻ വേണ്ടിയിട്ട് ആ ചട്ടിയിൽ വെച്ചേക്കാണ്. പിന്നെ കുപ്പികളൊക്കെ പെയിൻ്റ് അടിച്ച് അതും വൈറ്റ് കളറൊക്കെ അടിച്ച് അതിലും ഇങ്ങനെ മണി പ്ലാന്റ്, എല്ലാത്തിലും മണി പ്ലാന്റ് ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. ഇതിനകത്ത് ഭരണിയിൽ വേറെ ഒരു ചെടിയാണ്, ഇതിൽ മണി പ്ലാന്റ്. നല്ല ഭംഗിയാണ് അത് സെറ്റ് ചെയ്ത് വെച്ചേക്കണ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ചെടി, പിന്നെ സൈഡിലായിട്ട് ഇങ്ങനത്തെ ചെടി തൂക്കിയിട്ടിട്ടുണ്ട് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട്. കണ്ട ഈ ചെടിയൊക്കെ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ സെറ്റ് ചെയ്തേക്കണ കാണാനാണ് ഭംഗി. ഇതും അതെ അങ്ങനെ തന്നെ വച്ചേക്കാണ്. ഈ ചെടി നോക്കി നല്ല ഭംഗിയായിട്ട് സിറ്റ് ഔട്ടിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടത്. സിറ്റ് ഔട്ടിൻ്റെ അകത്താണ് ഇങ്ങനെ ഈ രണ്ട് ചട്ടി. അത് രണ്ടും കൽച്ചട്ടിയാണെന്നാണ് പറഞ്ഞത്. പണ്ടത്തെ കറി വെച്ചിരുന്ന കൽച്ചട്ടിയാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് ചട്ടിയാണ് സാധാരണ അതിനകത്ത് വെച്ചോണ്ട്. പിന്നെ അവരുടെ ഒരു മകള് ഇപ്പോൾ കല്യാണം കഴിഞ്ഞു, ആ കുട്ടിയുടെ അതിന് ചെറുതിൽ നമ്മൾ നടക്കാൻ മേടിച്ചു കൊടുക്കുന്ന ഒരു ചാടെന്ന് പറയും, ആ വണ്ടിയിലാണ് അത് സെറ്റ് ചെയ്ത് ആ ചെടി വെച്ചേക്കണേ കേട്ടോ. പിന്നെ പറമ്പിൽ വേസ്റ്റ് ഇടാൻ വെച്ചിരുന്ന റിങ് പണ്ടത്തെ ഉണ്ടായിരുന്നത് അത് അവരെടുത്തിട്ട് ഒരു പുളിമരം, വീട്ടിലുണ്ടാവുന്ന പുളിയില്ലേ അത് വലിയ മരമായിട്ട് പോണതാണ്, അത് അവർ ബോൺസായി പോലെ വളർത്താനായിട്ട് കട്ട് ചെയ്ത് തടിക്ക് നല്ല വണ്ണം വെച്ച് കൊണ്ടുണ്ട്. പുളിമരം എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റിൽ വരുന്നതാണല്ലോ. പിന്നെ അതേപോലെ കലശം എന്ന് പറയുന്നത് ഒരു പണ്ട് വേലിക്കൊക്കെ നിന്നിരുന്ന ഒരു മരമുണ്ട്. അതും ഇതേപോലെ തന്നെ ഷൈനി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഭംഗിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് വർഷങ്ങളായി തന്നെയാണ്. പിന്നെ അവരുടെ മുറ്റത്തൊക്കെ ഷീറ്റ് വിരിച്ചേക്കാണ് കേട്ടോ പുല്ല് വരാതിരിക്കാൻ. ഇതെല്ലാവർക്കും ഇഷ്ടമായോ ഈ ഗാർഡൻ?